യാ അല്ലാ അല്ലാ, യാ അല്ലാ അല്ലാ. ജന്മം നൽകിയവനേ, ജീവൻ നൽകിയവനേ, സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകും നാളെ, ഇനിയെല്ലാം എല്ലാം നൽകുന്നോനെ, എൻ്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നോനെ. പല ആളുകളും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെയും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മതങ്ങളെയും എനിക്കിഷ്ടമാണെന്നും എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളതും. എല്ലാ മതങ്ങളും എന്നെ ഇതുവരെ പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ അത് സ്നേഹം എന്നുള്ള ഒരു കാര്യം മാത്രമാണെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. സ്നേഹം ചേർത്ത് വെക്കുക, സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിക്കുക, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ചില ആളുകൾ ചില കാര്യങ്ങൾ അർഹിക്കുന്നില്ല എന്ന കാര്യം കൂടിയും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവമാർഗം സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പൂർണ്ണമായിട്ടും ആ വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്, എല്ലാവരോടും ക്ഷമിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം നിരന്തരമായിട്ട് ഞാൻ തങ്ങളാണെന്നും ഞാൻ നബി കുടുംബത്തിൽപ്പെട്ട ആളാണെന്നും എൻ്റെ ശാപം നിങ്ങൾക്ക് അങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് റിയാക്ട് ചെയ്ത. പക്ഷെ അദ്ദേഹത്തിന്റെ അനുജനും ഇതേ പാതയിലൂടെ വരുമ്പോൾ കുറച്ച് വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മതം ഇങ്ങനെയല്ല. المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول إمام زولي رضي الله عنه عاشق الرسول ويسر كرمي رضي الله عنه سيدنا ووسيلة الله العزيز سلطان العارفين أحمد الكبير الرفاعي قدس الله سكاه العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا أعوذ بالله من الشيطان الرجيم الحمد لله رب العالمين الرحمن الرحيم مالك. ആത്മീയ മജ്ലിസ് എന്താണ്? അള്ളാഹുവിനെ സ്മരിക്കാനും അതുപോലെ തന്നെ പ്രവാചക കീർത്തനങ്ങൾ ആലപിക്കാനും ആത്മീയമായ ഉപദേശങ്ങൾ നൽകാനും സ്വീകരിക്കുവാനുമായി ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു ഇടമാണ് ആത്മീയ സദസ്സ് അല്ലെങ്കിൽ സമ്മേളനം എന്നാണ് പറയുന്നത്. അവിടെ തമാശയ്ക്കും പൊട്ടിച്ചിരിക്കും പരിഹാസങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആത്മീയമായിട്ടുള്ള അർപ്പണം പ്രാർത്ഥിക്കുകയാണ്. അതുകൂടാതെ തന്നെ ആത്മീയ ഉപദേശങ്ങൾ നൽകാൻ, നമ്മളവിടെ ചെല്ലുന്ന ആത്മീയ ഉപദേശങ്ങൾ കൂടി കിട്ടുവാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അത്തരം സ്ഥലങ്ങളിൽ, ആത്മീയ മജ്ലിസുകളിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് സന്ദീപെ നീ ഇത് എടുത്ത് റിയാക്ട് ചെയ്തതെന്ന് ചോദിക്കും. സന്ദീപേ എന്ന ചോദ്യത്തിനാണ് അത് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് സന്ദീപ് ഇതിലിടപെടുന്നത് എന്നുള്ളതാവുമല്ലോ ചോദ്യം. ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഇത്തരം ഒരു കാര്യം കിട്ടുമ്പോൾ, പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കാമോ അല്ലെങ്കിൽ മജ്ലിസിൽ പോയി ഇങ്ങനെ കാണിക്കാമോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവിടെ കിട്ടില്ലേ, ഒരു തെറ്റായ സന്ദേശം കിട്ടില്ല. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. ഈ റിയാക്ഷൻ ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ് അൻസാരി. അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായിട്ട് എനിക്കും കൂടിയുള്ള ഒരു സംശയം തീർത്തു തരുന്നുണ്ട്. കാണാം. എന്താ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചിരിച്ചുകൂടെ? ചിരിക്കാം. നമ്മളൊക്കെ പല സംഗമങ്ങളിൽ തമാശ പറയുന്നത് ചിരിക്കലുണ്ട്. പക്ഷേ ഒരു ആത്മീയ മജ്ലിസിൽ മഹത്തുക്കളുടെ പേര് പറയുന്ന, അവരെ അനുസ്മരിക്കുന്ന ഇത്തരം മജ്ലിസിലൊക്കെ കിടന്ന് ഈ സൈസ് കോപ്രായം കാണിക്കുമ്പോഴേ ഞാൻ ആ കോപ്രായം കാണിക്കൽ മാത്രമല്ല, അത് പൊതുമധ്യത്തിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഇവിടെയൊക്കെ ആ ഒരു മനോഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട മനുഷ്യരുടെ സ്വഭാവമാണ് ഇത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ മഹാന്മാരുടെ അനുസ്മരണത്തിൽ അല്ല അവരെ കുറിച്ച് പറയുന്ന ഒരു സംഗമത്തിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളത് പൊതുമധ്യത്തിൽ എവിടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ആരെങ്കിലും ചിരിക്കുകയാണെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും. സ്വാഭാവികമായി വിമർശനം വരും. അങ്ങനെ വിമർശനം വരും എന്നറിഞ്ഞിട്ടും ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി ആരെല്ലാം വിമർശിച്ചാലും ഞങ്ങൾക്ക് ഒരു പുല്ലും ഒരു പിണ്ണാക്കും ഇല്ലാന്നറിയാം. ചക്കരയിലേക്ക് ഈച്ച പൊതിയുന്നത് പോലെ അവരുടെ സമക്ഷത്തിലേക്ക് ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നാട്ടിൽ അന്തവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത പ്രവാസികൾ അയച്ചു കൊടുക്കുന്ന പൈസ ഇവരുടെ കാൽച്ചൂട്ടിക്കൊണ്ടിടുമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇവർ ഈ ചിരിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആത്മീയ മജ്ലിസിൽ എങ്ങനെയാണ് ഒരു അതാ ശ്രോതാക്കളെ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ചിരി. അയ്യേ, എന്ത് മനുഷ്യന്മാർ ഇവരെയൊക്കെ താങ്ങാൻ ഇവിടെ ആളുണ്ടല്ലോ എന്നാലോചിക്കാം. ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാനിത് ഗൂഗിൾ ചെയ്യാനോ ഞാൻ മറ്റുള്ള ആളുകളോട് അന്വേഷിച്ച് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ശ്രമിക്കില്ലായിരുന്നു എന്നുള്ളതാണ്.
ആത്മീയമായ മജ്ലിസിൽ വേണ്ട, അമ്പലത്തിൽ പോയതിനു ശേഷം ഞാനും എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൈകൊട്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അവിടെ നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തിനോട് ആരാധിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് ഒരാൾ അങ്ങനെ പൊട്ടിച്ചിരിച്ച, ഒരു ചർച്ചിൽ അങ്ങനെ ചെയ്താൽ എന്താവും അവസ്ഥ? അപ്പോ ഇത് തെറ്റായ ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ആ ഒരു ആർജവം കാലങ്ങളായിട്ട് ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. കുറച്ച് മുൻപ് ഞാൻ റിയാക്ട് ചെയ്തതാണ്, പിന്നീട് എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ വേണ്ടത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ്. ആ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നുള്ളതാണ്. എന്തൊക്കെയായാലും പടച്ച തമ്പുരാൻ കാണുന്നുണ്ട്. ചില ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബിനെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ പണി കിട്ടാതിരിക്കില്ല. അതിന് ഏത് ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ആ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ കിട്ടും, പണി കിട്ടും. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളാണ് കൂടുതലും സാക്ഷ്യം പറയാന്ന് പറയും. അതായത് അവർ പ്രാർത്ഥിച്ചിട്ട് ഫലം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ന ആൾക്ക് ഫലം ഉണ്ടായി, ഇവർക്ക് നാളുകളായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു, ആ വയറുവേദന ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് സാക്ഷ്യം പറയൽ സാധാരണഗതിയിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ പ്രാർത്ഥന സംഗമങ്ങളിലാണ്, സുവിശേഷ പരിപാടി. ഇതിപ്പം നമ്മുടെ സമുദായത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ സെയ്തി തങ്ങളുടെ ഒരു വാക്ക് മതിയത്രേ അസുഖങ്ങൾ മാറാൻ. ഈ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ദൈവത്തിൽ വിശ്വാസം വേണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, കൂടാതെ നമ്മൾ ചികിത്സയും തേടണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരു തരത്തിലുള്ള അസുഖം മാറ്റാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും തങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് നമുക്ക് നോക്കാം അല്ലെ. തങ്ങൾമാർക്കോ പ്രവാചകന്മാർക്കോ ഔലിയാക്കൾക്കോ സ്വന്തം ശക്തിയോ കഴിവോ ഉപയോഗിച്ച് രോഗം മാറ്റാൻ സാധിക്കില്ല. അങ്ങനെ വിശ്വസിക്കുന്നത് ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. വൈദ്യ ചികിത്സയും ആത്മീയ പ്രാർത്ഥനകളും രോഗശമനത്തിനുള്ള കാരണങ്ങൾ മാത്രമാണ്. രോഗം മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അതായത് എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാലും താൻ പാതി ദൈവം പാതി എന്നാണ് അല്ലെ. ഞാനൊക്കെ മനസ്സിലാക്കുന്നതാണ്. ദൈവത്തിലൊരു വിശ്വാസം അർപ്പിക്കുന്നത് നല്ലതാണ്. അതൊരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കും, ഒരു പോസിറ്റീവ് എനർജി നമ്മളെ സെല്ലുകളിലേക്ക് ഉണ്ടാക്കും, സെല്ലുകളെ ഉണർത്തും. അത് നമ്മുടെ ഇമ്മ്യൂൺ പവർ ചിലപ്പോൾ കൂട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ സേവിക്കുന്ന മരുന്ന്, പച്ച വെള്ളത്തിന് പോലും അസുഖങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു പനിയോ ജലദോഷം എന്തെങ്കിലും വന്നു എന്ന് കരുതുക, നിങ്ങളുടെ അമ്മ ഈ മരുന്ന് നല്ല ഒറ്റമൂലിയാണ്, ഇതങ്ങ് കുടിച്ചോളൂ എന്ന് പറഞ്ഞു തന്നാൽ അത് നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും അത് കഴിച്ചാൽ മാറും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ അസുഖം മാറാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇമ്മ്യൂൺ പവർ കൂട്ടുക എന്നുള്ളത് അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ ആളുകളെ എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിൽ പറ്റിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ തങ്ങന്മാരെ ആരാധിക്കാൻ പാടും എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ ആരാധിക്കാൻ പാടും ഇല്ല. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല, അള്ളാഹുവിനെ അല്ലാതെ മറ്റു ഒന്നിനെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് തങ്ങൾമാരുടെ അടുത്ത് പോയിട്ട് തങ്ങളെ നമ്മൾ ആരാധിക്കുക? തങ്ങളെ അതിയായിട്ട് നമ്മൾ എന്തിനാണ് ആരാധിക്കുന്നത്? തെറ്റാണെന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് കൊടിമരത്തിന് താഴെ കൊണ്ടുപോയി പണം ഇടുന്നത്? തെറ്റാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുക, അത് ആളുകൾക്ക് സക്കാത്ത് കൊടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ അത്രമാത്രം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അസുഖം വന്ന് മരുന്ന് വാങ്ങാൻ പണമില്ലാതെ, അവരെ സഹായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ മതങ്ങളും അത് തന്നെ പറഞ്ഞിട്ടുള്ളത്, സഹജീവികളോട് സ്നേഹിക്കുക എന്നുള്ളത്. നമ്മളെ യൂസ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രാർത്ഥന, നമസ്കാരം, നേർച്ച, ആരാധന എന്നിവയെല്ലാം പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കേണ്ടതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന്റെ ദൂതനും മനുഷ്യനുമാണ്. അതിനാൽ പ്രവാചക കുടുംബത്തിൽ ജനിച്ചവരോ ഔലിയാക്കളോ, അതായത് ആത്മീയ ജ്ഞാനികൾ ആരായാലും അവരെ ആരാധിക്കുന്നത് ഇസ്ലാമിൽ ഷിർക്ക്, ദൈവത്തിൽ പങ്കുചേർക്കൽ എന്ന വലിയ പാപമായി കണക്കാക്കുന്നു. ഇനി ഞാനതിന് കൂടുതലായിട്ട് വർണ്ണിക്കുന്നില്ല, ഉസ്താദ് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കി കാണാം. ഇവരതിന് വിളിക്കുന്ന പേര് ഫദ്ല് പറയാന്ന്. വർഷങ്ങളായിട്ട് ക്യാൻസർ ആയിരുന്നു സഹോദരിക്ക്, ആ സഹോദരി ഇത് കണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യിക്കുക. എന്തിനാണ് ഈ ആത്മീയതക്ക് പ്രൊമോഷൻ? ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിന്റെ ആളുകൾ വന്ന് കൂടൂലേ? ആ പരിസരത്തെങ്കിലും നിൽക്കാൻ പറ്റുമോ? വണ്ടി വെക്കാൻ, വാഹനം വെക്കാൻ സ്ഥലം ഉണ്ടാവുമോ? കംപ്ലീറ്റ് ആളായിരിക്കും അവിടെ, ജനനിബിഡമായിരിക്കും ആ ഡോക്ടറിന്റെ കഴിവില് അല്ലെ. അങ്ങനല്ലേ ആത്മീയ മജ്‌ലിസിൽ അദ്ദേഹം നല്ല ചികിത്സാരിയാണെങ്കിൽ, വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നന്നായിട്ട് ചികിത്സിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതിന് ആളുകൾക്ക് രോഗശാന്തി കിട്ടുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായ ആളുകൾ അവരുടെ വന്നു കുന്നുകൂടും. എന്തിനാണ് ഈ പ്രൊമോഷൻ?
ഞാൻ ക്യാൻസർ മാറ്റി കൊടുത്തു, ഞാൻ ചൊറി മാറ്റി കൊടുത്തു, വർഷങ്ങളായിട്ട്. എന്തിനാണ് ഇത് പറയുന്നത്? എന്താണ് അതിന്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആത്മീയതയ്ക്ക് എന്തൊരു പ്രൊമോഷൻ? നിങ്ങൾ നല്ല വ്യക്തിത്വങ്ങളാണെങ്കിൽ അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം തരും. എന്ത് നാറിയ പരിപാടിയാണെന്ന് ഈ വൃത്തികെട്ട പരിപാടി. ഒരു മജ്‌ലിസിൽ ഇരുന്നിട്ട് കണുകണാന്ന് കിടിക്കുകയാണ്, എന്നിട്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ. ഇതിനൊന്നും ദുൽ ഉഖലാ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടുന്നതല്ല. നിങ്ങൾ ഇത് തങ്ങളാണ് മറ്റാണ് മറിച്ചാണ് പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. എനിക്ക് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഇതൊക്കെ മറ്റുള്ള മനുഷ്യന്മാർ കാണുകയല്ലേ. ഒരു തങ്ങളീയത്തുണ്ടെന്ന് പറയും, എന്തെല്ലാം കോപ്രായങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ മറ്റു തങ്ങന്മാർ ആരോടെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള ഒരു വിയോജിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മൾ പറയുന്നുണ്ട് ഇല്ല? എന്തുകൊണ്ട്? അവരെല്ലാം അവരുടെ ആ ഒരു ഡിഗ്നിറ്റി, അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, അഹ്ലു ബൈത്തിന്റെ ഗുണങ്ങൾ കാണിക്കുന്നവരാണ്. ഇവരെന്താണ് ഈ കാണിക്കുന്നത്? എന്നിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രാകുക, അവരെ ചീത്ത വിളിക്കുക, അവരെ ഭയപ്പെടുത്തുക. അതൊക്കെ എന്റെ പെരയെ പോയി ഭയപ്പെടുത്തിയാൽ മതി. അത് നമ്മുടെ ഇറക്കാൻ നിൽക്കരുത്. നന്നായിട്ട് പറയും. അത്രേ ഉള്ളൂ. എനിക്ക് അത് തന്നെ പറയാനുള്ളത്. ഈ വിശ്വാസികളായ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലേ? നമുക്ക് ആരോഗ്യമുള്ള കാലം വരെ ചിലപ്പോൾ ഇതിനൊന്നും മൈൻഡ് ചെയ്യാതെ പോവും. പള്ളിയിൽ പോവില്ല, അമ്പലത്തിൽ പോവില്ല, ചർച്ചിൽ പോവില്ല. നമ്മളുടെ ഒരു ആരോഗ്യമുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ആവും. ചില ആളുകൾ, എല്ലാവരും അല്ല. പക്ഷേ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ, ആരോഗ്യം ശോഷിക്കുമ്പോൾ പൂർണ്ണമായും ദൈവത്തിലേക്ക് ലയിക്കുക. അമ്മാതിരി തെമ്മാടിത്തരം ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ എൻഡിലേക്ക് എത്തുമ്പോൾ, ഞാൻ എൻഡിലേക്ക് എത്തി, ഇനി ദൈവത്തിലേക്ക് എന്ന് ചിന്തിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതലായി ആളുകൾ പറ്റിക്കുന്നത്. അതായത് തുടക്കം മുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. പാവപ്പെട്ട ഒരുപാട് ആളുകളാണ് ഇവിടെ കൊണ്ടുപോയി പൈസ ഇട്ട് കൊടുക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. നിങ്ങളിലും വിശ്വാസം വേണം, ദൈവത്തിലും വിശ്വാസം വേണം. നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു തങ്ങൾ വിചാരിച്ചത് കൊണ്ടോ ഒരു തങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ പ്രത്യേകിച്ചൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. അത് മനസ്സിലാക്കുക. തങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർവശക്തനായ അള്ളാഹു ആണല്ലോ. ഏത് ദൈവമാണെങ്കിലും ആ ദൈവമാണ് തീരുമാനിക്കുക അത് സ്വീകരിക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളത്. ഇവിടെ അവരെ വിമർശിച്ചു കഴിഞ്ഞ പ്രാക്ക്, ഞാൻ നബിയുടെ എന്താണ് പാരമ്പര്യത്തിൽപ്പെട്ട പേരക്കുട്ടിയാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഈ സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതും പറയുന്നത്. യഥാർത്ഥത്തിൽ എത്ര തെങ്ങന്മാരുണ്ടെന്ന് എനിക്ക് വ്യക്തതയില്ല. അത് ആർക്കും വ്യക്തതയില്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് ചകഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കൃത്യമായി ഇതിനെ പരിപാലിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. സമൂഹത്തിന് നന്മകൾ ചെയ്തുകൊണ്ട് ആരെ കൊണ്ടൊരു മോശം പറയിപ്പിക്കാതെ പോകുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രത്യക്ഷപ്പെടാറില്ല, ആളുകളെ പറ്റിക്കാറില്ല എന്നുള്ളതാണ്. അതായത് യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ ഒരിക്കലും ഇതിന് പോവില്ല. സുന്നി വിഭാഗമുണ്ട്, അതേപോലെ മുജാഹിദ് വിഭാഗമുണ്ട്. രണ്ടുപേർക്ക് വ്യത്യസ്തമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ രണ്ടുപേരും ഫോളോ ചെയ്യുന്നത് ഖുറാൻ തന്നെയാണ്. പക്ഷെ ആരൊക്കെയോ ചില തെറ്റുകളിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോ എല്ലാ മതത്തിലും ഉണ്ട് ട്ടാ. ഇന്ന മതത്തിൽ മാത്രം നല്ലതല്ല. ഇവിടെ ഹൈന്ദവരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട്, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ വന്ന് പറഞ്ഞിരിക്കും. അവിടെ പോയി പൈസ കൊണ്ടിടും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. താൻ പാതി ദൈവം പാതി, അത് മതി. സർവശക്തനായ അള്ളാഹു, ഏകനായ ദൈവം, ഇതാണ് ഇസ്ലാം മതവിശ്വാസം. ഇതുപോലെ തന്നെയാണ് എല്ലാ മതങ്ങളും. ഏകദൈവത്തിലേക്ക് തന്നെയാണ് എല്ലാ മതവും ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. പരബ്രഹ്മം എല്ലാവരും ഒന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ രീതികളിൽ മാറ്റമുണ്ട് എന്നുള്ളതാണ്. തമ്മിൽ തല്ലാതിരിക്കുക, അതേപോലെ തന്നെ പാവപ്പെട്ട വിശ്വാസികളെ പറ്റിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. ഇനിയും പഠിക്കാനുണ്ടാവും. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പഠിച്ചു വെച്ചതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ്. പണ്ട് ഞാനൊരു പള്ളിയിൽ പെയിന്റ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും വായിൽ ഇങ്ങനെ പാട്ട് വന്നുകൊണ്ടേയിരിക്കും, സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എടാ ഇത് പള്ളിയാണ്, ആ സൈഡിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമ്മളിങ്ങനെ പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാവും. അങ്ങനെ എന്നോട് പറഞ്ഞത് കേട്ടോ. പറഞ്ഞത് ഒരു ഹിന്ദു കൂട്ടുകാരനാണ്, ഇനിയിപ്പോൾ മുസ്ലിം ആണെന്ന രീതിയിൽ പറയണ്ട. അങ്ങനെ ഞാൻ ആ പാട്ട് നിർത്തി കേട്ടോ. കാരണം അവിടെ നിസ്കരിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഉള്ള തന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട്, അവൻ നിസ്കരിക്കാൻ വന്നതായിരുന്നു, അപ്പോൾ അവനോട് ചോദിച്ചു, ഞാൻ അങ്ങനെ പാട്ട് പാടിയിരുന്ന്, ഇങ്ങനെ സിനിമാ പാട്ടൊക്കെ പാടിയിരുന്നതിലും കുഴപ്പമുണ്ടോ ചോദിച്ചു. സിനിമാ പാട്ട് എന്നല്ല, ഏത് പാട്ടും പള്ളിക്കകത്ത് പാടാനുള്ള അനുവാദം ഇല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നമസ്കരിക്കാൻ വേണ്ടി വരുന്നതാണ്, അവിടെ ആരാധിക്കാൻ വേണ്ടി വരുന്നതാണ്, അവനെ പാടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നിനക്കറിയാതെ നീ പാടി, അതും പള്ളിക്ക് ഉള്ളിലല്ല, പള്ളിക്ക് പുറത്ത് പെയിന്റ് അടിക്കുമ്പോഴാണ് പാടിയിട്ടുള്ളത്. അത് കുഴപ്പമുള്ളതല്ല, നിനക്ക് അറിയാനിട്ടല്ലേ, അത് പോട്ടെ. ഈ ഒരു സാധനം പറഞ്ഞപ്പോൾ സമാധാനമായി. ഞാനിനിയിപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് നമുക്കറിയില്ലല്ലോ. ഇതേപോലെ തന്നെ ഒരു ചർച്ചിൽ ഒരു കല്യാണത്തിന് പോയ സമയത്ത് കുറച്ച് സുഹൃത്തുക്കൾ ഇതേപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പള്ളിക്കകത്ത് സംസാരിക്കാൻ ഭയങ്കര ശബ്ദമായിരിക്കും ചർച്ചിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ നല്ല വഴക്ക് കേട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പോകുന്ന ആരാധനാലയങ്ങളുണ്ടല്ലോ, അത് ആരാധനയ്ക്ക് വേണ്ടി പോകുന്നതായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ വല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ
അവരുടെ പെർമിഷനൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴും അവരെ ഉപദ്രവിക്കുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആവരുത്. വിശ്വാസികളായ ആളുകളുണ്ടല്ലോ, ഇപ്പൊ ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിൽ പോയ ഒരു കാര്യം കേട്ടില്ലേ നിങ്ങൾ? അവർക്ക് അവിടെ പോകാൻ പാടില്ല. എന്നാലും അവരെന്തോ പായസമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കയറി ചെന്നു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോകരുത്. ഇപ്പൊ ഞാൻ പൊന്നാനി പള്ളിയിൽ പോയ ഒരു വ്യക്തിയാണ്. വീണ്ടും ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അവിടെ പോകണം എന്നുള്ളതും, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് പോയി, എനിക്ക് ഫീൽ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഞാൻ പറയും ചെയ്തു, എനിക്ക് ചില അമ്പലങ്ങളിൽ പോകുമ്പോഴും കൃത്യമായിട്ട് ദക്ഷിണാമൂർത്തി അമ്പലം, ശുഭപുരം അമ്പലത്തിൽ പോയാലും സെയിം ഫീൽ കിട്ടാറുണ്ട് എന്നുള്ളത്. അതാണ്, നമുക്കൊരു വിശ്വാസം വേണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വിജയിക്കും എന്നുള്ളതാണ്. ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഒരു വേർതിരിവും എന്നിൽ ഉണ്ടാവാറില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ്.